ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തം. സർക്കാർ വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സംരക്ഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടിന്മേൽ നിയമ നടപടിക്ക് തടസ്സങ്ങളുണ്ടെന്ന ന്യായീകരണവുമായി മുൻ സിനിമാ മന്ത്രി എ.കെ. ബാലൻ രംഗത്തെത്തി. എന്നാൽ റിപ്പോർട്ടിന്മേൽ സർക്കാരിനെ വിമർശിക്കാനില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഗുരുതര ലൈംഗിക ക്രൂരതകൾ ഉൾപ്പെടെയുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ 5 വർഷം റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മറച്ചുവെച്ച സർക്കാർ പൊതുസമൂഹത്തിനു മുന്നിൽ കുറ്റവിചാരണ ചെയ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരുടെ സ്വകാര്യത കളയുമെന്നാണ്. ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ മൊഴികൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നുള്ളത് അവർ ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ തരുന്ന മൊഴി ഒരു രൂപത്തിലും പുറത്ത് പറയാൻ പാടില്ല എന്ന് മൊഴി കൊടുത്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിമിതി. അതാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതി പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു പൊതു താല്പര്യം അരിച്ചു കൊടുക്കുക. ഇതും കൂടിയും പുറത്ത് കൊണ്ടുവരണം. വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താതെയായിരുന്നു നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിന് തിരുത്തൽ നടപടികൾ ഉണ്ടാകും. അതിനാണ് ഒരു ഭരണമുള്ളത്, ഭരണയന്ത്രമുള്ളത്. മേഖലയിലെ ഒരു വലിയ അപാകതയെ പെരുപ്പിച്ച് കാണിച്ചാലും ആ മേഖലയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതിജീവിതയ്ക്കൊപ്പമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ വിശ്വസിക്കുന്നില്ലെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമല്ലേ നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ, നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്, പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപൂർണമായിട്ടുള്ളൊരു സാധനമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരട്ടത്താപ്പ് ആരോപണം ഉയർത്തി സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.